നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ തൊടുകുറി നിങ്ങളുടെ മുൻപിലേക്ക് വന്നത് അത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായ സാഹചര്യത്തിൽ അതേക്കുറിച്ച് നാം കൂടുതലായും ചിന്തിക്കും. എന്തുകൊണ്ട് ആ കാര്യം സംഭവിച്ചു എന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും നിങ്ങൾ വിഷമിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളില്ല എങ്കിൽ പോലും കഠിനമായ പരീക്ഷണങ്ങൾ പല സമയങ്ങളിലും ജീവിതത്തിൽ നേരിടേണ്ടതായ സാഹചര്യം പല വ്യക്തികൾക്കും ഉണ്ടായി എന്ന് വരാം. ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരത്തിൽ ഓരോ കാര്യത്തിന് പിന്നിലും ഈശ്വരനുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ പലപ്പോഴും ഇത്തരം സൂചനകൾ മനസ്സിലാക്കുവാൻ പലരും പരാജയപ്പെട്ടു പോയി എന്ന് വരാം. ചില അവസരങ്ങളിൽ അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാകണം എന്നില്ല. ചെറിയ അടയാളങ്ങളാകാം, അല്ലെങ്കിൽ ചെറിയ സാഹചര്യങ്ങളാകാം. അത്തരം കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു ആത്മീയപരമായ അല്ലെങ്കിൽ ദൈവികമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. അത്തരമൊരു തൊടുകുറി തന്നെയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രം തന്നെയാണ്. അതിൽ ആദ്യത്തേതായ പക്ഷി മൂങ്ങയാണ്, രണ്ടാമത്തേതായ പക്ഷി തത്തയാണ്. ഈ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പക്ഷികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പക്ഷി തന്നെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഈ തന്നിരിക്കുന്നതായ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് തിരഞ്ഞെടുക്കാതെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കണം. മനസ്സിൽ പല ചിന്തകൾ നീറുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് എങ്കിലും നിങ്ങൾ ശാന്തമായി ഇരുന്ന് അതെല്ലാം ഒഴിവാക്കി ശാന്തമായി ഏകാഗ്രതയോടെ ഇരുന്ന് ഈ തന്നിരിക്കുന്നതായ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കണം. അതിനു മുൻപ് കണ്ണുകൾ ഒരു നിമിഷം പതുക്കെ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് എപ്പോഴും തുണയായി കൂടെയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന ആ ദേവതയെ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നടന്ന് കിട്ടേണ്ട ഒരു ആഗ്രഹം, അല്ലെങ്കിൽ മനസ്സിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമകരമായ സാഹചര്യമുണ്ട് എങ്കിൽ അതേക്കുറിച്ച് ഓർക്കാം. ഉടനെ നടന്ന് കിട്ടേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച്, ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർക്കാം. ഇപ്രകാരം നിങ്ങൾക്ക് ഒരു നിമിഷം ആ ദേവതയോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് ഒരു ചിത്രം, ആദ്യം കാണുന്നതായ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. അപ്പോൾ ആ പക്ഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് കടന്നു വരേണ്ട ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രാർത്ഥിച്ചിട്ടുള്ളതായ ശക്തിയുടെ നാമമോ, നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ചിന്തിച്ച ആ വിഷമമോ ആഗ്രഹമോ അത് കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യത്തെ ചിത്രമായ മൂങ്ങയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രമേൽ സഹനശക്തിയുള്ള വ്യക്തികളാണ്. ക്ഷമിക്കുവാനുള്ള കഴിവും, ഒരു കാര്യത്തെ കേട്ടാൽ ഉടനെ തിരിച്ചു പറയാതെ പലപ്പോഴും ആ കാര്യങ്ങൾ സഹിക്കുന്ന വ്യക്തികളായി തന്നെ പറയുവാൻ സാധിക്കും.
പല അവസരങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ പെരുമാറേണ്ടതായി വന്നിട്ടുള്ള വ്യക്തികളെ തന്നെയാണ് നിങ്ങൾ. ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളും പ്രതീക്ഷയോടെ പ്രവർത്തിച്ചിട്ടും നഷ്ടങ്ങൾ ജീവിതത്തിൽ ബാക്കിയാകുന്നു എന്നത് നിരാശാജനകമായ ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പല കാര്യങ്ങൾക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയും ത്യാഗങ്ങൾ സഹിച്ച, അല്ലെങ്കിൽ അതിനൊരു ത്യാഗങ്ങൾ സഹിക്കുവാൻ മനസ്സുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം. എന്നാൽ ഇത്തരത്തിൽ പല കാര്യങ്ങളിലും ത്യാഗങ്ങൾ സഹിച്ചിട്ട് പോലും പലരും നിങ്ങളെ ഓർമ്മിക്കുന്നില്ല, നിങ്ങളുടെ വില മനസ്സിലാക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. ഇത് നിങ്ങളെ വിഷമത്തിലാക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സഹിക്കാൻ സാധിച്ചു എന്നത് ഇപ്പോൾ അത്ഭുതമായി തോന്നാം. ഇപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ദേഷ്യമോ അല്ലെങ്കിൽ വളരെ വിഷമമോ തോന്നുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ആ സമയത്ത് നിങ്ങൾ ക്ഷമിച്ചു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങളെപ്പോലെ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ അപ്രകാരമാകണം എന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തികൾ പോലും അപ്രകാരമാകണം എന്നില്ല. അതിനർത്ഥം നിങ്ങൾ വളരെ വ്യത്യസ്തരായ വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമതകൾ അത് എത്ര ചെറുതാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. നിങ്ങളെ അപേക്ഷിച്ച് പലരും അനുഭവിക്കുന്ന വിഷമതകൾ അപ്രകാരമാണ് എന്ന് തോന്നുന്നവർ തന്നെയാണ് നിങ്ങൾ. എപ്പോഴും വിജയങ്ങൾ നേടുന്നവരോ അല്ലെങ്കിൽ എപ്പോഴും സന്തോഷകരമായ നിമിഷങ്ങൾ നേരിടുന്നവരോ അല്ല നിങ്ങൾ, അല്ലെങ്കിൽ അനുഭവിക്കുന്നവരല്ല നിങ്ങൾ. കുടുംബത്തിലാണ് എങ്കിലും, സുഹൃത്തുക്കൾക്കിടയിലാണ് എങ്കിലും, ധനപരമായാണ് എങ്കിലും പലപ്പോഴും വിഷമതകളും താഴെ വീണു പോകുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട്. എന്നാൽ അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. എനിക്കിനിയും മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ അതെല്ലാം തരണം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തും നേരിടുവാനുള്ള നിങ്ങളുടെ കഴിവ്, ധൈര്യം, അത് എടുത്തു പറയേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. പലരും അത് അംഗീകരിച്ച് തന്നിട്ടുമുണ്ടാകാം എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ പലരും ഇപ്രകാരം അഭിമുഖീകരിക്കുകയാണ് എങ്കിൽ അവർക്കത് പിടിച്ചു നിൽക്കുവാൻ പോലും സാധിക്കണം എന്നില്ല. നിങ്ങൾക്കത് അത്ഭുതമായി തോന്നാം. കാരണം ഇത്രമേൽ ഞാൻ അനുഭവിച്ചല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ശക്തി എന്നെ പിടിച്ചു നിർത്തിയല്ലോ എന്ന് ആലോചിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. ഈ ഒരു കാര്യം തന്നെയാണ് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് പറയാം. പലതും നിങ്ങളിൽ നിന്നും അകന്നു. നേടണം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു. എന്നാൽ നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ളതായ ഈ അനുഗ്രഹം, പോരാടി നിൽക്കുവാൻ സാധിക്കുന്ന ആ അനുഗ്രഹം, അത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും തിരികെ കൊണ്ടുവരുവാനോ കൂടുതൽ ഊർജത്തോടെ പ്രവർത്തിച്ച് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരുവാനോ സാധിച്ചു എന്ന് വരാം. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പല പ്രവൃത്തികളും ചെയ്ത് അത് പിന്നീട് നിങ്ങൾക്ക് വിനയായി തീർന്നിട്ടുണ്ട് എന്നതാണ്. പലരും ചെയ്യുന്ന വിപരീത പ്രവൃത്തികൾ നിങ്ങളെ തളർത്തുന്ന സാഹചര്യം മാനസികപരമായ ചില വിഷമതകൾക്ക് കാരണമാകുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പലരും നിങ്ങളെ വിഷമിപ്പിക്കുവാൻ വീണ്ടും വീണ്ടും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമതകൾ, മാനസികാവസ്ഥ മനസ്സിലാകാതെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ മനസ്സ് തകർക്കുന്നതായ കാര്യമാണ് എങ്കിലും പുറമെ കാണിക്കാറില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന 6 മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന് കാണുന്നു.
ഇതെല്ലാം തരണം ചെയ്ത് കൂടുതൽ ഊർജം ഇരട്ടിയായി വന്നു ചേരുന്നതാകാം. മനസ്സിനെ പല കാര്യങ്ങളുമായി ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും പടർന്നിരിക്കുന്നതായ ആ നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കുവാനും പോസിറ്റീവായ ചില കാര്യങ്ങളെ സ്വീകരിക്കുവാനുമുള്ള അവസരങ്ങളാകാം, അല്ലെങ്കിൽ അത്തരം ചില ശുഭവാർത്തകളാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യം തുണയ്ക്കുന്ന കാര്യങ്ങളാകാം, ഭാഗ്യാനുഭവങ്ങൾ പോലുമാകാം. ഇത്തരം ചില കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാം എന്നത് വാസ്തവം തന്നെയാണ്. അതിനാൽ ഈ സമയം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നിങ്ങൾ തരണം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ 6 മുതൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. അതായത് ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമാകാവുന്ന ചില പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നു കൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം പല കാര്യങ്ങളും മറ്റുള്ളവർ അറിയാതെ, അതായത് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലാവരോടും പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കേൾക്കുന്ന നിമിഷം മുതൽ തന്നെ പല കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ് എന്ന ബോധ്യത്തോടെ നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കും എന്നും കാണുന്നു. അതിനാൽ തീർച്ചയായും ഈ സമയം ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ അതൊരു ആഗ്രഹമാണ് എങ്കിലും അത് നടന്നു കിട്ടുവാനുള്ള സാധ്യതകളും തുലവും കൂടുതലായി പരാമർശിക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അത് അനുകൂലമാകുവാനോ അതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നതായ സാഹചര്യങ്ങൾ, കാര്യങ്ങൾ അത് തുടരണോ വേണ്ടയോ അല്ലെങ്കിൽ സമയമായിട്ടില്ല, ഇത്തരത്തിൽ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ കാട്ടിത്തരുന്ന സാഹചര്യവും രൂപപ്പെടാവുന്നതാണ്. ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങളിൽ ധനം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടന്നു കിട്ടേണ്ട വ്യഗ്രതയിലാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് ഏതൊരു കാര്യവുമാകാം, ഒരു ആഗ്രഹമാകാം, പണമാകാം, അല്ലെങ്കിൽ അത്തരം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും വഴിയില്ലാതെ ചിന്തിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഈശ്വരന്റെ ഒരു വിളി വന്നു ചേരാം. ചില ചിന്തകൾ പെട്ടെന്ന് വരാം, അപ്രതീക്ഷിതമായ സഹായം ലഭിച്ചു എന്ന് വരാം. ചിലരിൽ നിന്നും ചില വാർത്തകൾ, ആശ്വാസകരമായ വാർത്തകൾ പോലും നിങ്ങളെ തേടിയെത്താം. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങളെ തേടിയെത്തുകയും അത് നിങ്ങൾക്ക് പിന്നീട് ഗുണകരമായി തീരുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായും വരുന്ന ഈ ദിവസങ്ങളിൽ ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഈ കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ എടുത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. രണ്ടാമത്തെ ചിത്രമായ തത്തയെ തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും ചില വിഷമങ്ങൾ മനസ്സിലുള്ളവർ തന്നെയാണ് നിങ്ങൾ. അതൊരു കഷ്ടപ്പാടുമാകാം. പ്രധാനമായും നോക്കുകയാണ് എങ്കിൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ അല്പം വിഷമതയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ പണം പ്രതീക്ഷിക്കുന്നു, പണം ലഭിക്കേണ്ടതായ സാഹചര്യമുണ്ട്, ചില കാര്യങ്ങൾ ധനത്തിന്റെ കുറവ് മൂലം മാറ്റിവച്ചിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് കാണുന്നു. മറ്റൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികമായി നിങ്ങൾ നേരിടുന്ന അവശതകളാകാം, ശാരീരികപരമായ പ്രയാസങ്ങളാകാം, അല്ലെങ്കിൽ മനസ്സിനെ ബാധിച്ചിട്ടുള്ള വിഷമതകളാകാം, മാനസികപരമായ പ്രയാസങ്ങളാകാം. അത്തരം അസ്വസ്ഥതകളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട്, അനുഭവിച്ച് പോരുന്നവരാണ് എന്ന് പറയാം. നിങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ കാണുവാനായി സാധിക്കുന്നത്, ഇത്തരം സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ സുഹൃത്തുക്കളോ മുന്നോട്ട് പോയിരുന്ന അവസ്ഥയിൽ പലപ്പോഴും പലവിധ സഹായം ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ.
അത് ധനമാണ് എങ്കിലും അതല്ല മറ്റു സഹായങ്ങളാണ് എങ്കിലും ചെയ്തു കൊടുത്തിട്ടുള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളെ കൊണ്ട് എന്താണോ ആ സമയം സാധിച്ചത് അത് അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അത് മാനസികപരമായ ഒരു പിന്തുണ തന്നെയാകാം. അവർക്കൊപ്പം ഒരു വ്യക്തിയുണ്ട് എന്ന് തോന്നിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് അവർക്ക് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പിന്തുണ അല്ലെങ്കിൽ പരിഗണന അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ഒരു കൈത്താങ്ങായി പലരും നിൽക്കുന്നില്ല. അന്ന് സഹായിച്ച അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് ചിന്തിച്ച് മനസ്സിൽ വച്ചിരുന്ന വ്യക്തികൾ പോലും നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണന നൽകാത്തത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പല കാര്യങ്ങളിലും പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ അത് ചില വ്യക്തികൾ തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യാത്തതായ കാര്യങ്ങൾക്ക് പോലും പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. മറ്റേതെങ്കിലും വ്യക്തി ചെയ്തിട്ടുള്ളതായ ഒരു കാര്യം അല്ലെങ്കിൽ കളവ് പോലുമാണ് എങ്കിലും അത് നിങ്ങൾ ചെയ്തതാണ് എന്ന് പലരും വരുത്തി തീർക്കുന്ന സാഹചര്യം. പല വ്യക്തികളെയും മനസ്സറിഞ്ഞ് സഹായിച്ചിട്ട് ആ വ്യക്തി തന്നെ നിങ്ങളെ ചതിക്കുന്നതായ സാഹചര്യം. അവസാനം ഉത്തരവാദിത്തം നിങ്ങൾക്കായി മാറുന്ന സാഹചര്യം. ഇത്തരത്തിൽ പലർക്കും ഉപകാരം ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സാൽ പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വിഷമങ്ങൾ നേരിടേണ്ടതായ സാഹചര്യം. ഇത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നു ചേരുന്നു. 6 മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. അതിൽ പ്രധാനമായും നോക്കുകയാണ് എങ്കിൽ യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെടുത്തുവാൻ സഹായകരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾക്കിടയിലുള്ള നല്ല വ്യക്തികളെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ പുതിയ ചില വ്യക്തികളെ മനസ്സിലാക്കുവാനും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില അനുകൂല കാര്യങ്ങൾ സംഭവിക്കുന്നതുമാകാം. ഈ സമയം ചില വ്യക്തികൾ ആത്മാർത്ഥമായി സഹായിക്കാൻ വന്നു എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ് എങ്കിലും സുഹൃത്തുക്കളാണ് എങ്കിലും ചില സഹായങ്ങൾ ഈ സമയം ചെയ്തു തന്നു എന്ന് വരാം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ അവർ ചെയ്തു തന്നു എന്ന് വരാം. നിങ്ങൾ എത്ര ചിന്തിച്ചിട്ടും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതായ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സമയം ലഭിക്കാം. അവ്യക്തതകൾ പലതും വ്യക്തമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ സമയം പ്രത്യേകമായ പരിധികൾ കൊണ്ടുവരുവാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അത് സാധിക്കില്ല എന്ന് തന്നെ പറയുവാനും കാര്യങ്ങൾ വ്യക്തമായി പലരെയും പറഞ്ഞ് മനസ്സിലാക്കുവാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അപ്രതീക്ഷിതമായ യാത്രകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം യാതൊരു വഴിയും ഇല്ലാതെ നിൽക്കുന്നതായ അവസ്ഥയിൽ അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ ലഭിക്കുകയോ ചില വ്യക്തികൾ വാഗ്ദാനങ്ങൾ പാലിക്കുകയോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാനുള്ള ചില വഴികൾ മറന്നിരുന്നതായ ചില കാര്യങ്ങൾ ഓർക്കുകയോ ചെയ്യാവുന്നതാണ്. ചില കാര്യങ്ങൾ ഈ സമയം നടന്നു പോകുന്ന സാഹചര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം പ്രശ്നപരിഹാരമായി അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഉത്തരമായി നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി
നിങ്ങളുടെ മുൻപിലേക്ക് നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അപ്പോൾ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിക്കാതെ നിങ്ങൾ ഈ സമയം ചെയ്യേണ്ടതായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ചെയ്യണം. അലസത പൂർണ്ണമായും ഒഴിവാക്കണം. ഉത്സാഹം പ്രകടിപ്പിക്കേണ്ടതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ, സഹായങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയോ മനസ്സിന് സന്തോഷം പകരുന്നതായ ചില ശുഭവാർത്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാവിയിലാണ് എങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പ്രയോജനം നൽകുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സംശയമില്ലാതെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം ഉയർച്ചയോ അല്ലെങ്കിൽ സന്തോഷമോ, കാര്യങ്ങൾ നടന്നു പോകുന്ന സാഹചര്യമോ, ചില അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതായ സാഹചര്യമോ വന്നു ചേരാം. അതിനാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ അനുകൂലമായതും ചില കാര്യങ്ങൾ പ്രതികൂലമായതും സംഭവിക്കാം. അതിൽ പ്രതികൂലമായ കാര്യങ്ങളെ തീർച്ചയായും നിങ്ങൾ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ശ്രദ്ധ പുലർത്തണം. ഈ കാര്യങ്ങൾ, ഈ പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് സ്വീകരിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കൂടി കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.